ഡ്യൂൺ പാർട്ട് 2 ഈ ഒരു സിനിമ എന്തുകൊണ്ട് തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ഒരു റീസൺ ഒന്നല്ല കുറച്ച് റീസൺസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് അത്ര പറയാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു വീഡിയോയുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് അതാണ്, അല്ലാണ്ട് ഒരു റിവ്യൂവോ ഒപ്പീനിയനോ ഒരു റെക്കമെൻഡേഷൻ പോലും അല്ല. പകരം നിങ്ങൾക്ക് ഞാൻ പറയുന്ന റീസൺസ് കേട്ടിട്ട് തീരുമാനിക്കാം ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാനുള്ള ഒന്നാമത്തെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ സ്കെയില്, ക്വാളിറ്റി, അതുപോലെ തന്നെ ഈ ഒരു സിനിമ നമുക്ക് ഓഫർ ചെയ്യുന്ന ഔട്ട്പുട്ട്. അത് നിങ്ങൾക്ക് കേട്ട് കഴിയുമ്പോഴത്തേനും പല ആളുകളും എക്സാജറേറ്റഡ് ആയിട്ട് പറയുന്ന പോലെ തോന്നിയേക്കാം. അതായത് ഇപ്പോൾ എൻ്റെ റിവ്യൂ കേട്ടാലോ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട പല ആളുകളും പറയുന്ന റിവ്യൂസൊക്കെ കേൾക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ ഫ്രണ്ട്സ് പോലും പറയുന്ന സമയത്ത് ഇവനിത് ഓവറാക്കി പറയുന്നതല്ലേ, ഈ പറയുന്നൊക്കെ രീതിയിൽ ഈ സംഭവം ഉണ്ടോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ഞാൻ തരാം. അതായത് 2000 തൊട്ട് 2010 കുറച്ച് പ്രധാനപ്പെട്ട സിനിമകൾ ഇറങ്ങുകയുണ്ടായി. ലോർഡ് ഓഫ് ദ റിങ്സിൻ്റെ ട്രയോളജി, അതുപോലെ തന്നെ സ്റ്റാർ വാർസിൻ്റെ പ്രീക്വൽ ട്രയോളജി, 2009 ഇറങ്ങിയ അവതാർ. അപ്പം ഈ ഒരു സിനിമകളൊക്കെ, അതായത് ഈ പ്രധാനപ്പെട്ട സിനിമകളൊക്കെ ആക്ച്വലി ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച സിനിമകളായിരുന്നു. അതായത് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ടെക്നോളജീസ് വെച്ച് ഏറ്റവും പീക്കായിട്ട് ചെയ്തെടുത്ത അതിൻ്റെയൊക്കെ ഒരു മാക്സിമം ഔട്ട്പുട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സിനിമകളൊക്കെ പറയാൻ സാധിക്കും. ഈ കാരണം കൊണ്ട് തന്നെ ഇന്നും ഈ ഒരു സിനിമകൾ വളരെ ലെജൻഡറി ആയിട്ട് നമ്മുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സിനിമകളെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേനും കിട്ടുന്ന ഒരു എപ്പിക് ഫീൽ എന്ന് പറയുന്നത് വേറെയാണ്. ഈവൻ ഇൻ്റർസ്റ്റെല്ലാർ പോലും പല ആളുകൾക്കും തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നടപ്പുണ്ട്. അത്രയ്ക്കും എപ്പിക്കായിട്ടുള്ള ഒരുപാട് സിനിമകൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിലായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകൾ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് കിട്ടത്തില്ല. ഇടയ്ക്കിടയ്ക്ക് 4-5 വർഷങ്ങളൊക്കെ കൂടുമ്പോഴാണ് മെയിനായിട്ടും ഇത്തരത്തിലുള്ള സിനിമകൾ സംഭവിക്കാറ്. അപ്പോൾ അത്തരത്തിലൊരു മാക്സിമം ഔട്ട്പുട്ടിലൂടെ വന്നിട്ടുള്ള ഒരു ചിത്രമാണ് ഡ്യൂൺ പാർട്ട് 2 എന്ന് പറയുന്നത്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിലെ ടെക്നോളജി ഏറ്റവും മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ആ ഒരു ബജറ്റിനെ ഏറ്റവും നല്ലപോലെ യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് ഡ്യൂൺ പാർട്ട് 2 എന്ന് പറയുന്നത്. നമ്മുടെ തോർ ലവ് ആൻഡ് തണ്ടർ എന്ന് പറയുന്ന സിനിമയുടെ ബജറ്റ് എന്ന് പറയുന്നത് ഏകദേശം $250 മില്യൺ കണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സംഭവം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഈ ഒരു ചിത്രത്തിൻ്റെ ബജറ്റ് എന്ന് പറയുന്നത് $190 മില്യൺ ആണ്. പക്ഷേ ആ ഒരു സംഭവം വെച്ചുകൊണ്ട്, ആ ഒരു ബജറ്റ് വെച്ചുകൊണ്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് അൺഇമാജിനബിൾ ആണ്. അതായത് അത്രയ്ക്കും ബ്രഹ്മാണ്ഡമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ബ്രഹ്മാണ്ഡ ഫീൽ ഈ ഒരു സിനിമ കാണുമ്പോഴത്തേനും കിട്ടും. അതായത് ഒരു മാക്സിമം ഔട്ട്പുട്ട്, ഈ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും അങ്ങേയറ്റത്തൊരു ഔട്ട്പുട്ടാണ് ഈ ഒരു ചിത്രം. അത് മിസ്സാക്കരുത്. അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട റീസൺ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ആ ഒരു വേൾഡിൻ്റെ സെറ്റപ്പുമാണ്. അതിലെടുത്ത് പറയേണ്ടത് ബാക്ക്ഗ്രൗണ്ട് സ്കോർസാണ്. അതായത് ഇതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഞാൻ നിങ്ങൾക്ക് ഒരു സിംഗിൾ റീസൺ പറയാം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ സിനിമകളിൽ നിന്നും സീരീസിൽ നിന്നും എല്ലാ സംഭവത്തിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സൗണ്ടിങ് ആണ് ഈ ഒരു ചിത്രത്തിലൂടെ കേൾക്കുവാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ ഒരു ചിത്രത്തിനകത്തെ ഓരോ മൂവ്മെൻറ്റ്സിനും ഇവർ കൊടുത്തിരിക്കുന്ന ആ ഒരു സൗണ്ട് എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആണ്, വളരെ യുണീക്കാണ്. നിങ്ങൾ ഇതിനു മുന്നേ ഇങ്ങനൊരു സംഭവം കേട്ടിട്ടേ ഉണ്ടാവത്തില്ല. അത്രയ്ക്കും യുണീക്കായിട്ടുള്ളൊരു സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റും ഒരു സൗണ്ടിങ്ങും ഒക്കെ ഈ ഒരു ചിത്രത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സിനിമ മിസ്സാക്കരുത്. ഈ ഒരു റീസൺ ഇതൊരു പ്രധാനപ്പെട്ട റീസണാണ്. നിങ്ങൾക്ക് ഇത് തിയേറ്ററിൽ തന്നെ പോയിരുന്നാലേ കിട്ടത്തുള്ളൂ. ചില സീൻസൊക്കെ വരുമ്പോഴത്തേനും നമ്മുടെ തിയേറ്റർ മൊത്തത്തിലിരുന്ന് കുലുങ്ങും. നമ്മുടെ സീറ്റ് വരെ കുലുങ്ങി ആ ഒരു വൈബ്രേഷൻ നമുക്ക് കിട്ടുമ്പോഴത്തേനും ആ ഒരു സിനിമയുടെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ആ ഒരു വിഷ്വൽസ് കണ്ട് നമ്മൾ ഇങ്ങനെ അന്താളിച്ചിരിക്കുമായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഹാൻസ് സിമറൊക്കെ അടങ്ങുന്ന ആ ഒരു മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസും സൗണ്ടിങ്ങും കൂടെയൊക്കെ വരുമ്പോഴത്തേനും കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആണ്. സോ ഈ ഒരു റീസണും കൂടെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണണോ വേണ്ടയോ എന്നുള്ളത് കൺസിഡർ ചെയ്യാം. പിന്നെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ വിഷ്വൽസ് ആണ്. ഈ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും ബെസ്റ്റ് CGI വർക്ക്, അതായത് എനിക്ക് തോന്നുന്നു ഒരു 2020 തൊട്ട് 2024 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ എല്ലാ സിനിമകളും എടുത്ത് നോക്കിയാലും ഏറ്റവും ബെസ്റ്റ് CGI വർക്ക് നടന്നിട്ടുള്ളൊരു ചിത്രം എന്ന് പറയുന്നത് ഈ ഒരു ഡ്യൂണിൻ്റെ പാർട്ട് 2 ആയിരിക്കും. അതായത് ഒരു കൾട്ട് ക്ലാസിക് ലെവലിലേക്ക് സിനിമ മാറിയിട്ടുണ്ട്. ഒരു കൾട്ട് ക്ലാസിക് ലെവലിലുള്ള CGI വർക്ക്സ് ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ആ ഒരു വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് മാക്സിമം പണിയെടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇത്രയും ക്ലീൻ ആയിട്ടുള്ള, ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള വിഷ്വൽസ് വേറെ ഒരു സിനിമയ്ക്കകത്തും ഇല്ല. ഒരു ചെറിയ കാര്യത്തിന് പോലും വളരെ ഗംഭീരമായിട്ടുള്ള ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വേൾഡിനെ അത്ര പെർഫെക്റ്റ് ആയിട്ട് CGI വർക്ക്സ് കൊണ്ട് സെറ്റാക്കി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു എക്സ്പ്ലോഷൻ വരെ നടക്കുന്ന സമയത്ത് ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് അതേപടി ഫീൽ ചെയ്യും. അതുപോലെ തന്നെ അങ്ങ് മണ്ടേ എന്നൊരു വ്യക്തി വന്ന് താഴോട്ടൊക്കെ അടിച്ചു കുത്തി വീഴുന്ന സമയത്തുള്ള ആ ഒരു സംഭവങ്ങൾ, അതായത് ഒരു ചെറിയ മൂവ്മെൻറ്റ് പോലും അല്ലെങ്കിൽ വളരെ സഡൻ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റിന് പോലും ഇവർ കൊടുക്കുന്ന ആ ഒരു സൗണ്ട്
അത് നമ്മുടെ ചെവിയിലോട്ട് ഇങ്ങനെ വന്ന് വീഴുന്നു, അതിനൊപ്പമുള്ള ഒരു വിഷ്വൽസ് ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യുണീക്കാണ്, വളരെ ഗംഭീരമാണ്. അതുകൊണ്ട് ഈ ഒരു സിനിമ നിങ്ങൾ മിസ്സാക്കരുത്. ഇതൊരു മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ. ഇതെല്ലാം പോരാഞ്ഞിട്ട് ഈ ഒരു സിനിമയുടെ ആ ഒരു മൊത്തത്തിലുള്ള സ്റ്റോറി ലൈനും അതുപോലെ തന്നെ പ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇത് അടുത്തൊരു മേജർ റീസണാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ വളരെ പ്ലെയിൻ ആയിട്ട് പോകേണ്ട ഒരു സ്റ്റോറി ലൈനാണ്. ഒരു മിസ്സായ വരുന്നു, കുറേ ആൾക്കാരെ രക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് സംതിങ് വി ഓൾറെഡി നോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. സോ നമുക്കതൊരു ഫ്രഷ് ആയിട്ടുള്ള എലമെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷേ അതിനെ ഡെന്നി വില്യനോ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടർ സെറ്റാക്കി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. അദ്ദേഹം വളരെ നീറ്റായിട്ട് ഒരു സ്റ്റോറി ടെല്ലിങ്ങിലൂടെ ആ ഒരു കഥയെ നമ്മുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു സിംഗിൾ പോയിന്റിൽ പോലും ഇത് ഓവറായിപ്പോയി, ഇത് നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളതാണ്, ഇത് ക്ലീഷേ അല്ലേ എന്നൊന്നും തോന്നത്തില്ല. കാരണം തൻ്റെ ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിനെ വളരെ യുണീക്കാക്കാൻ തൻ്റെ സിനിമ എന്ന് പറയുന്നത് വളരെ യുണീക്കായിരിക്കണം. ഇതിനു മുൻപ് ഒരു സിനിമയ്ക്കകത്തും കാണിക്കാത്ത രീതിയിലുള്ളൊരു സംഭവമായിരിക്കണം തൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിലൂടെയും തൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിലൂടെയും തൻ്റെ VFX വർക്കിലൂടെയും തൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിലൂടെയും ഉണ്ടാകാൻ പോകേണ്ടതെന്ന് അദ്ദേഹത്തിനൊരു നല്ല വിഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു ഔട്ട്പുട്ട് ഈ ഒരു സിനിമയിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ കാണണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ചിത്രം തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. അതും മറ്റൊരു പ്രധാനപ്പെട്ട റീസണാണ്. പിന്നെ അടുത്ത മെയിൻ സംഭവം എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആണ്. ആസ് യൂഷ്വലി നമ്മൾ ഒരുപാട് സിനിമയ്ക്കകത്തൂടെ കണ്ടുവരുന്ന കുറേയധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ തിമോത്തി ശാലമെ അവതരിപ്പിച്ച ആ ഒരു മെയിൻ പോൾ എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് കരുതിയാൽ തെറ്റി. കാരണം നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന സിനിമകളിനകത്ത് ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരിക്കലും മായാത്ത കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതുപോലൊരു ക്യാരക്ടറിനെ പോളായിട്ട് നമ്മുടെ മുന്നിൽ തിമോത്തി ശാലമെ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതും പ്രധാനപ്പെട്ട റീസണാണ്. തിമോത്തി ശാലമയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ഇത്രയും ബ്രില്യൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും വർക്കൗട്ടായി, അതായത് ക്യാരക്ടർ ഡെവലപ്മെൻറ്റും ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസും അവരുടെ ഡിസൈനും ആ ഒരു ക്യാരക്ടറിൻ്റെ മേക്കപ്പ് അവരുടെ മൊത്തത്തിലുള്ള ലുക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ചുരുക്കമാണ്. അതായത് എല്ലാ കാര്യങ്ങൾക്കും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരമാണ് ഡെന്നി വില്യനോവിൻ്റെ ഡ്യൂൺ പാർട്ട് 2 എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പെർഫെക്റ്റ് ഫിലിം. അതായത് സിനിമയുടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ചിത്രം. സിനിമയ്ക്ക് ഒരു ഫ്ലോസും ഇല്ല എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിക്കുള്ളൊരു ചിത്രമാണ് ഈ ഒരു ഡ്യൂൺ പാർട്ട് 2 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സിനിമയ്ക്കകത്തൊരു കുറ്റം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 5-6 വട്ടമെങ്കിലും കാണണം. അതായത് നിങ്ങൾ കുത്തിയിരുന്ന് അതുപോലെ നോക്കിയാൽ പോലും നിങ്ങൾക്ക് ചിലപ്പം ഈ ഒരു സിനിമയ്ക്കകത്തുനിന്ന് ഒരു ഫ്ലോസും കണ്ടുപിടിക്കുവാൻ സാധിച്ചു എന്ന് വരത്തില്ല. കാരണം ഡെന്നി വില്യനോ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടർ അത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഒരു സിനിമയ്ക്കകത്ത് നടത്തിയിട്ടുണ്ട്. തൻ്റെ ആ ഒരു വിഷനെ അതേപടി പഞ്ച് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ് ഈ ഒരു സിനിമ. അത് മറ്റൊരു റീസൺ. അതായത് നിങ്ങൾക്കൊരു പെർഫെക്റ്റ് പ്രോഡക്റ്റ് കാണണം, ഒരു പെർഫെക്റ്റ് ഔട്ട്പുട്ട് കിട്ടണം, ഒരു പെർഫെക്റ്റ് എൻ്റർടൈനർ കാണണം എന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം, ഈ ഒരു മാറ്റർ കൺസിഡർ ചെയ്യാം, ഈ ഒരു മൂവി കൺസിഡർ ചെയ്യാം. സോ ഈ റീസൺസ് ഒക്കെ കൊണ്ടാണ് നിങ്ങൾ തിയേറ്ററിൽ പോയി ഒരു ചിത്രം കാണണം എന്ന് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ ഓവർ എക്സാജറേറ്റഡ് ആയിട്ട് പറയുന്നതാണെന്ന് ദയവ് ചെയ്ത് നിങ്ങൾ കരുതരുത്. ഞാൻ പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ആ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അത്രയ്ക്കും ലെവലിൽ നിൽക്കുന്ന, അത്രയ്ക്കും ഗംഭീരമായിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ റോട്ടൺ ടൊമാറ്റോസിലും IMDbയിലും മറ്റ് പ്രധാനപ്പെട്ട റിവ്യൂസും റേറ്റിംഗും കാര്യങ്ങളൊക്കെ തരുന്ന ആൾക്കാരുടെ അടുത്ത് പോയി നോക്കാം. ഈ ഒരു മൂവിയെ പറ്റി കേൾക്കാൻ പോകുന്ന നെഗറ്റീവ്സ് എന്ന് പറയുന്നത് തീർത്തും ചുരുക്കമായിരിക്കും. കുറച്ച് വ്യത്യസ്തരായിട്ട് നിൽക്കാനും അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അറ്റൻഷൻ കിട്ടും എന്നൊക്കെ കരുതുന്ന ആൾക്കാരായിരിക്കും മോസ്റ്റ്ലി ഈ ഒരു സിനിമയെ പറ്റി നെഗറ്റീവ് പറയാൻ പോകുന്നത്. അല്ലാണ്ട് ഈ ഒരു സിനിമയെ പറ്റി ഒരു നെഗറ്റീവ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഈ ഒരു ചിത്രം ഒരു മോശം പടമാണ്, ഇത് തിയേറ്ററിൽ പോയി കാണാൻ മാത്രം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയായ മാറ്റർ അല്ല, അതൊരു ശരിയായ കാര്യമല്ല. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണേണ്ട കുറച്ച് സിനിമകളുണ്ട്. ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ചില സിനിമകളുണ്ട്, ചില ചിത്രങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു സിനിമയാണ് ഈ ഒരു ഡ്യൂണിൻ്റെ പാർട്ട് 2 എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നാളെ നിങ്ങൾക്ക് പിള്ളേരുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് സിനിമകളെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു ചിത്രം തിയേറ്ററിൽ പോയി കണ്ടു എന്നൊക്കെ പറയുമ്പോഴത്തേനും, എസ്പെഷ്യലി ഐമാക്സിലോ ഐസെൻസിലോ ഒക്കെ പോയി കണ്ടു എന്ന് പറയുമ്പോഴത്തേനും അവിടെ ഉണ്ടാകാൻ പോകുന്ന നിങ്ങളുടെ ഒരു ബിൽഡപ്പ് എന്ന് പറയുന്നത് വേറെ ആയിരിക്കും. കാരണം അങ്ങനൊരു സംഭവമാണിത്. നമുക്ക് തിയേറ്ററിൽ പോയിരുന്ന് കണ്ട് തീർത്തൊരു സിനിമ, കണ്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു സിനിമയാണെന്നും പറഞ്ഞ് അഭിമാനിക്കാൻ പറ്റുന്നൊരു ചിത്രമാണ് ഡ്യൂൺ പാർട്ട് 2 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കാണാൻ നിങ്ങൾ കൺസിഡർ ചെയ്യണം. അതും ഒരു മെയിൻ റീസണാണ്. സോ മിസ് ചെയ്യരുത്. ദാറ്റ്സ് ഇറ്റ്. മിസ് ചെയ്യരുത് ഗൈസ്.